രാമവർമ്മയുടെ മക്കളായ തമ്പിമാർക്ക് മാർത്താണ്ഡവർമ്മയോട് ഇത്രത്തോളം ദേഷ്യം വരാനുള്ള കാര്യം ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നാഗർകോയിൽ കൊട്ടാരമാണെന്ന്. കാരണം ഇവരുടെ തായ് വഴി വന്ന ഒരു കൊട്ടാരമാണ്, ഇവർക്ക് അവകാശപ്പെട്ടതാണ് ഈ കൊട്ടാരം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാർത്താണ്ഡവർമ്മ പറയുന്നത് ഇത് രാജഭരണത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, ഇത് അങ്ങനെ വിട്ടു തരാൻ പറ്റില്ല എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നം ഭയങ്കര ഗുരുതരമായിട്ട് മാറുന്നത് മാർത്താണ്ഡവർമ്മയ്ക്ക് മനസ്സിലായി. ഒരു പീസ് ട്രീറ്റി എന്നുള്ള രീതിയിൽ അവരെ നാഗർകോയിലേക്ക് വിളിക്കുകയാണ്. ചില ചരിത്രകാരന്മാർ പറയുന്നത്, ശങ്കുണ്ണിമേനോനൊക്കെ പറയുന്നത് ഇദ്ദേഹം നാഗർകോവിൽ ഉണ്ടായിരുന്നുവെന്നും ഈ തമ്പിമാർ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പപ്പുത്തമ്പിയും രാമൻ തമ്പിയും ഇദ്ദേഹത്തെ കാണാൻ നാഗർകോവിൽ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. അവിടെ അതായത് ഇവരും രാജവംശത്തിൽ തന്നെ പെട്ടവരാണ്. അപ്പം ഇവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നിർത്താണ്ടോ ഒന്നും കാര്യമില്ല പടയാളികൾക്ക്. പക്ഷേ പപ്പുത്തമ്പി അദ്ദേഹത്തിനെ കാണാൻ, മാർത്താണ്ഡവർമ്മയെ കാണാൻ ചെല്ലുന്ന സമയത്ത് പടയാളികൾ ചോദ്യം ചെയ്യാൻ വേണ്ടി നിർത്തുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. വാക്കുതർക്കം ഉണ്ടാവുന്നു. അവിടെ വെച്ചിട്ട് പപ്പുത്തമ്പി ഒരു പടയാളിയെ കൊല്ലാൻ പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് വേറൊരു കഴുത്തിന് വെട്ട് കിട്ടുകയും അദ്ദേഹം മരിക്കുകയുമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ട് രാമൻ തമ്പി ഓടി മാർത്താണ്ഡവർമ്മയെ കൊല്ലാനായിട്ട് ചെല്ലുകയും മട്ടുപാവിലിരിക്കുന്ന മാർത്താണ്ഡവർമ്മ ഇതൊന്നും അറിയുന്നില്ല. മാർത്താണ്ഡവർമ്മയെ വെട്ടാൻ തുടങ്ങുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ ഒഴിഞ്ഞു മാറി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ ഡാഗർ എടുത്തിട്ട് ഈ രാമൻ തമ്പിയെ കുത്തിക്കൊല്ലുകയും ആ രക്തത്തിൽ കുളിച്ചു നിന്ന മാർത്താണ്ഡവർമ്മ അലറിക്കൊണ്ട് ചെന്ന് അദ്ദേഹത്തിൻ്റെ പടയാളികളെടുക്കെ ഓർഡർ ഇടുകയാണ്, ഈ 42 എട്ടരയോക്കാരെയും ഈ കണ്ട പിള്ളമാരെയും എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ എന്ന്. അങ്ങനെ ഈ 42 പേരെയും ട്രയലിന് നിർത്തുകയാണ്. അങ്ങനെ എല്ലാത്തിനെയും കൊന്നുകളയാണ്. അതിനകത്തിൽ ബ്രാഹ്മിൺസ് ഏകദേശം 4ഓളം വരുന്ന ബ്രാഹ്മിൺസിനെ അദ്ദേഹം കൊന്നില്ല എന്നും, കാരണം മനുസ്മൃതി പ്രകാരം ബ്രാഹ്മിൺസിനെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് പട്ടിയുടെ നായയുടെ പടം വരച്ച് നെറ്റിയിൽ വെച്ചിട്ട് നാട് കടത്തി എന്നും, ബാക്കിയുള്ളവരുടെ ഈ പിള്ളമാരുടെ മുഴുവൻ വീടുകളും ഇടിച്ചു നിരത്തിയെന്നും ആ സ്വത്തുക്കൾ മുഴുവൻ അദ്ദേഹം പിടിച്ചടക്കി എന്നുമാണ് കഥ. അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മുഴുവൻ ശത്രുക്കളെയും അദ്ദേഹം ഉന്മൂലനം ചെയ്തു. പല നാട്ടുരാജ്യങ്ങളും അദ്ദേഹം പിടിച്ചടക്കി തിരുവിതാംകൂർ രൂപീകരിച്ചു. ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതി വച്ചൊരു പേരാണ് വീര മാർത്താണ്ഡവർമ്മ.